സ്റ്റോറി മലയാളം. എല്ലാ കൂട്ടുകാർക്കും സ്റ്റോറി മലയാളത്തിലേക്ക് സ്വാഗതം. ഭീരുവായ കുറുനരി. പണ്ടൊരു കാട്ടിൽ ഒരു കുറുനരി ജീവിച്ചിരുന്നു. ആ കുറുനരിക്ക് എല്ലാത്തിനോടും ഭയമായിരുന്നു. ഒരു ദിവസം അവൻ ആഹാരം അന്വേഷിച്ച് ആ കാട് മുഴുവൻ അലഞ്ഞു. എന്നാൽ ഭീരുവായ കുറുനരിക്ക് അന്ന് ഒന്നും തന്നെ കിട്ടിയില്ല. അവന് വിശപ്പ് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ ആഹാരം അന്വേഷിച്ച് കാടിന് പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. കാടിന് പുറത്തിറങ്ങിയ കുറുനരി എത്തിച്ചേർന്നതാകട്ടെ ഒരു യുദ്ധഭൂമിയിലായിരുന്നു. അവൻ ചുറ്റും നോക്കി. അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ആളൊഴിഞ്ഞ കൂടാരങ്ങൾ കണ്ടപ്പോൾ ഈ അടുത്തു തന്നെ അവിടെ യുദ്ധം നടന്നതായി അവന് മനസ്സിലായി. അപ്പോൾ കുറുനരി പറഞ്ഞു, ഇവിടെയെങ്ങും ആരെയും കാണാനില്ല. ആളൊഴിഞ്ഞ ഈ യുദ്ധഭൂമി കാണുമ്പോൾ തോന്നുന്നത് യുദ്ധം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടുണ്ടാകും എന്നാണ്. ഒഴിഞ്ഞ ഈ കൂടാരത്തിനകത്ത് നോക്കിയാൽ ബാക്കി വന്ന എന്തെങ്കിലും ആഹാരം കിട്ടാതിരിക്കില്ല. ഇതും പറഞ്ഞ് അവൻ ആദ്യം കണ്ട ഒരു കൂടാരം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് അവനൊരു ശബ്ദം കേട്ടത്. കുറുനരി ചുറ്റുപാടും നോക്കി. അവിടെയെങ്ങും ആരെയും കാണാനുണ്ടായിരുന്നില്ല. അവൻ വീണ്ടും മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതേ ശബ്ദം അവൻ വീണ്ടും കേട്ടു. ഇത്തവണ മുൻപത്തെക്കാളും ഉച്ചത്തിലായിരുന്നു ശബ്ദം കേട്ടത്. ഭയന്നു വിറച്ച കുറുനരി സ്വയം പറഞ്ഞു, ഇവിടെയെങ്ങും ആരെയും കാണാനില്ലല്ലോ, പിന്നെ എവിടെ നിന്നാണ് ഈ അപരിചിത ശബ്ദം? കേട്ടിട്ട് എന്തൊച്ചയാണെന്ന് മനസ്സിലാകുന്നുമില്ല. ഇതും പറഞ്ഞ് ആ കുറുനരി ഭയന്നു അടുത്തു കണ്ട ഒരു മരത്തിന്റെ പുറകിൽ ഓടിപ്പോയി ഒളിച്ചു. എന്നിട്ട് ആ ശബ്ദം വീണ്ടും കേൾക്കുന്നുണ്ടോ എന്നവൻ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. തുടർന്നും അതേ ശബ്ദം കേട്ട കുറുനരി പറഞ്ഞു, എന്ത് ശബ്ദമാണ് ഈ കേൾക്കുന്നത്? ഇന്ന് ഈ സമയം വരെയും ഞാൻ ഒന്നും തന്നെ കഴിച്ചിട്ടില്ല. ഭയം മാറ്റിവെച്ച് മുന്നോട്ട് പോയി നോക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും. ഇതും പറഞ്ഞ് കുറുനരി ഭയത്തോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് പതിയെ പോയി. അപ്പോൾ ആ കാഴ്ച കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. യുദ്ധസമയത്തൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡ്രമ്മിന്റെ ഒച്ചയായിരുന്നു കുറുനരി കേട്ടുകൊണ്ടിരുന്നത്. ഒരു മരത്തിന്റെ സമീപത്തായി സൈനികർ ഉപേക്ഷിച്ചു പോയ ഒരു വലിയ ഡ്രം ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ കാറ്റടിക്കുമ്പോൾ മരത്തിന്റെ ചില്ലകൾ തട്ടുന്ന ശബ്ദമായിരുന്നു അവൻ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കുറുനരി പറഞ്ഞു, ഞാനെന്തൊരു മണ്ടനാണ്. ഈ ഡ്രമ്മിന്റെ ശബ്ദം കേട്ടാണോ ഞാൻ ഭയന്ന് വിറച്ചത്? അങ്ങനെ ഭയം മാറിയ കുറുനരി എത്രയും വേഗം ഒരു കൂടാരത്തിന്റെ അകത്ത് കയറി നോക്കി. അതിൽ അവന് ദിവസങ്ങളോളം കഴിക്കുവാനുള്ള ആഹാരമുണ്ടായിരുന്നു. അവൻ തനിക്ക് മതിയാവോളം ഭക്ഷണവും കഴിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഭയം കാരണം പേടിച്ച് തിരിച്ചു പോയിരുന്നെങ്കിൽ ഇന്ന് ഭക്ഷണമൊന്നും കിട്ടാതെ വലഞ്ഞേനെ. ഇതിപ്പോൾ കുറച്ചു ദിവസത്തേക്ക് സുഖമായി കഴിയേണ്ട ആഹാരം ഇവിടെയുണ്ട്. അത് തീരും വരെ ഇവിടെ തന്നെ കഴിച്ചുകൂട്ടാം. അപ്പോൾ പിന്നെ അതുവരെയും ആഹാരം തേടി അലയുകയും വേണ്ട. അങ്ങനെ തന്റെ ഭയത്തെ അതിജീവിച്ച കുറുനരി വളരെ നാളുകൾ മതിവരുവോളം ഭക്ഷണവും കഴിച്ച് സുഖമായി അവിടെ കഴിഞ്ഞു. ഭീരുവായ കുറുനരി എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ഭയം മാറ്റിവെച്ച് ധീരമായി പ്രതിസന്ധികളെ നേരിടുന്നവരാണ് ജീവിതത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ളത്. 3 മീനുകൾ. പണ്ടൊരു ഗ്രാമത്തിൽ ഒരു വലിയ തടാകമുണ്ടായിരുന്നു. ഈ തടാകത്തിൽ ധാരാളം മീനുകൾ വസിച്ചിരുന്നു. അതിൽ 3 മീനുകൾ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അവർ ഒരുമിച്ച് സന്തോഷത്തോടെ നീന്തിക്കളിച്ച് അവിടെ കഴിഞ്ഞു. എന്നാൽ സുഹൃത്തുക്കളായിരുന്നു എങ്കിലും ഇവർ 3 പേരും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു. അതിൽ ഒരു മീൻ വളരെ ബുദ്ധിമാനായിരുന്നു. മാത്രമല്ല അവൻ എപ്പോഴും ചിന്തിച്ചു മാത്രമായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. രണ്ടാമത്തെ മീനാകട്ടെ നല്ല തന്ത്രശാലിയായിരുന്നു. അവന് ഏത് അപകട സാഹചര്യവും തന്ത്രപൂർവം നേരിടാനുള്ള കഴിവുണ്ടായിരുന്നു. ഇത് അവനെ അപകടങ്ങളിൽ നിന്നെല്ലാം രക്ഷിച്ചു. എന്നാൽ മൂന്നാമനാകട്ടെ ഈ 2 മീനുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തനും അലസനുമായിരുന്നു.
അവൻ എപ്പോഴും വിധിയിൽ മാത്രം വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ സ്വന്തമായി ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ തയ്യാറായില്ല. എല്ലാം വിധി പോലെ നടക്കും എന്ന് വിശ്വസിച്ചായിരുന്നു അവൻ ജീവിതം നയിച്ചത്. ഇത്തരത്തിൽ 3 മീനുകളും വ്യത്യസ്ത സ്വഭാവക്കാരായിരുന്നു എങ്കിലും അവർ പരസ്പരം സ്നേഹിച്ച് ആ തടാകത്തിൽ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ബുദ്ധിമാനായ മീൻ തടാകത്തിലെ കരയോട് ചേർന്ന ഭാഗത്ത് നീന്തിക്കളിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ 2 മീൻപിടുത്തക്കാരുടെ സംഭാഷണം കേൾക്കാൻ ഇടയായത്. ഒരാൾ പറഞ്ഞു, ഈ തടാകത്തിൽ നിറയെ മീനുകളുണ്ട്, നാളെ നമുക്ക് ഇവിടെ വന്ന് മീൻ പിടിച്ചാലോ? ഇത് കേട്ടതും ഉടൻ തന്നെ അടുത്ത മീൻപിടുത്തക്കാരൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, ഇവിടെ നിറയെ മീനുകളുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ അതിരാവിലെ തന്നെ വന്ന് വലയിടാം. അപ്പോൾ നിറയെ മീനുകൾ വലയിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. ഇതും പറഞ്ഞ് അവർ അവിടെ നിന്നും മടങ്ങി. ഇത് കേൾക്കാനിടയായ ബുദ്ധിമാനായ മീൻ ഞെട്ടിപ്പോയി. അവൻ ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളുടെ അടുത്തെത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, സുഹൃത്തുക്കളെ, നാളെ മീൻപിടുത്തക്കാർ ഈ തടാകത്തിൽ വന്ന് വലയിടും. അതിനു മുൻപ് നമുക്ക് ഇവിടെ നിന്നും സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. എന്നാൽ ഇത് കേട്ട തന്ത്രശാലിയായ മീൻ പറഞ്ഞു, സുഹൃത്തെ, ഒരു പക്ഷേ നാളെ മീൻപിടുത്തക്കാർ വന്നില്ലെങ്കിൽ നമ്മൾ ഈ തടാകം ഉപേക്ഷിച്ചു പോകുന്നത് വെറുതെ ആകില്ലേ? അതുകൊണ്ട് ഈ തടാകം ഉപേക്ഷിച്ചു പോകാനൊന്നും ഞാനില്ല. നാളെ മീൻപിടുത്തക്കാർ വരികയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരു ഉപായം തീർച്ചയായും നമുക്ക് കണ്ടെത്താം. 2 മീനുകളും പറയുന്നത് കേട്ട അലസനായ മീൻ പറഞ്ഞു, നമ്മൾ മീൻപിടുത്തക്കാരന്റെ വലയിൽ കുടുങ്ങുക എന്നത് വിധിയാണെങ്കിൽ തീർച്ചയായും അത് നടക്കും. അതിനുവേണ്ടി ഈ തടാകം ഉപേക്ഷിച്ച് നമ്മൾ മറ്റൊരിടത്ത് പോയാലും അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്കും ഞാനില്ല. എന്നാൽ ബുദ്ധിമാനായ മീൻ ഇവർ 2 പേരുടെയും വാക്കുകൾ കേട്ടില്ല. അവൻ അപ്പോൾ തന്നെ ബുദ്ധിപൂർവം ആ തടാകത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോയി. എന്നാൽ മറ്റു 2 മീനുകളും അവിടെ തന്നെ തങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ ബുദ്ധിമാനായ മീൻ പറഞ്ഞതുപോലെ മീൻപിടുത്തക്കാർ ആ തടാകത്തിൽ വരികയും വലയിടുകയും ചെയ്തു. ആ വലയിൽ മറ്റു മീനുകളോടൊപ്പം തന്ത്രശാലിയായ മീനും അലസനായ മീനും കുടുങ്ങി. അപ്പോൾ തന്ത്രശാലിയായ മീൻ മനസ്സിൽ പറഞ്ഞു, ഇന്നലെ തന്റെ സുഹൃത്ത് പറഞ്ഞത് ശരിയായിരുന്നു. ഈ വലയിൽ നിന്നും ഏത് വിധേനയും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. ഉടൻ തന്നെ തന്ത്രശാലിയായ ആ മീൻ തന്ത്രപൂർവം ജീവനില്ലാത്തതുപോലെ ആ വലയിൽ കിടന്നു. അലസനായ മീനിനെ രക്ഷപ്പെടണം എന്ന ചിന്ത പോലും ആ സമയത്തും ഉണ്ടായില്ല. മറിച്ച് അവൻ ഇപ്രകാരം വിലപിച്ചുകൊണ്ടിരുന്നു, എന്നാലും എനിക്ക് ഈ വിധി വന്നല്ലോ. ഈ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങി ജീവിതം അവസാനിക്കാനായിരിക്കും എന്റെ വിധി. ഇങ്ങനെ വിലപിക്കുകയല്ലാതെ അവൻ രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ ശ്രമിച്ചില്ല. ഈ സമയം മീൻപിടുത്തക്കാർ വലയിൽ കുടുങ്ങിയ മീനുകളെയെല്ലാം പുറത്തെടുത്തു. എന്നാൽ ജീവനില്ലാതെ കിടന്ന തന്ത്രശാലിയായ മീനിനെ അവർ വെള്ളത്തിൽ തന്നെ ഉപേക്ഷിച്ചു. ബാക്കിയുള്ള മീനുകളെയും കൊണ്ട് അവർ അവിടെ നിന്നും പോയി. അപകട സമയത്തു പോലും സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരിശ്രമിക്കാത്ത അലസനായ മീനും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. തന്ത്രശാലിയായ മീനാകട്ടെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നീന്തി തടാകത്തിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചു. 3 മീനുകൾ എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? ബുദ്ധിപൂർവവും വിവേകത്തോടെയുമുള്ള പ്രവൃത്തി പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാൻ നമ്മെ സഹായിക്കും. കുറുക്കനും ആടും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ വസിച്ചിരുന്നു. ഒരു ദിവസം കുറുക്കൻ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. കുറച്ചു നടന്നപ്പോൾ അവന് നല്ല ദാഹം തോന്നി. കുറുക്കൻ ഉടൻ തന്നെ അടുത്തു കണ്ട ഒരു ആഴം കുറഞ്ഞ കിണറ്റിൽ വെള്ളം കുടിക്കാനായി ഇറങ്ങി. തനിക്ക് മതിയാവോളം വെള്ളവും കുടിച്ചു. വെള്ളം കുടിച്ച് തിരിച്ചു പോകാൻ ഒരുങ്ങിയ കുറുക്കൻ ആകെ വിഷമിച്ചു. അവന് കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ സാധിക്കുന്നില്ല. അതിൽ കയറാനായി പടവുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല വഴുക്കലുള്ളത് കാരണം പിടിച്ചു കയറാനും കുറുക്കന് കഴിഞ്ഞില്ല. അപ്പോൾ
കുറുക്കൻ മനസ്സിൽ കരുതി. ഇനി ഞാൻ എങ്ങനെയാണ് ഈ കിണറ്റിൽ നിന്നും കരയിൽ കയറുന്നത്? പടവുകളോ പിടിച്ചു കയറാൻ ഒരു ചെടിയുടെ വള്ളിയോ പോലും ഇവിടെ ഒന്നും കാണാനില്ല. ഏതു വിധേനയും ഇവിടെ നിന്നും എനിക്ക് രക്ഷപ്പെട്ടേ മതിയാകൂ. കുറുക്കൻ അങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ഒരു ആട് അതുവഴി വന്നത്. കുറുക്കൻ കിണറ്റിൽ നിന്നും കയറാൻ കഴിയാതെ അവിടെ നിൽക്കുകയാണെന്ന് അറിയാതെ ആട് കുറുക്കനോട് ചോദിച്ചു, സുഹൃത്തെ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കാൻ കൊള്ളാവുന്നതാണോ? ആടിന്റെ ചോദ്യം കേട്ടതും കുറുക്കന് അവിടെ നിന്നും രക്ഷപ്പെടാനായി ഒരു ഉപായം തോന്നി. അവൻ ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കുടിച്ചതിൽ വച്ച് ഏറ്റവും നല്ല വെള്ളമാണ് ഈ കിണറ്റിലേത്. നീ ഇവിടെ ഇറങ്ങി ഈ വെള്ളം ഒന്ന് കുടിച്ചു നോക്കൂ. കുറുക്കന്റെ മറുപടി കേട്ട ആട് മറ്റൊന്നും നോക്കാതെ കിണറ്റിലേക്ക് ഇറങ്ങി. ആട് കിണറ്റിലേക്ക് ഇറങ്ങിയതും കുറുക്കൻ ഉടൻ തന്നെ ആടിന്റെ പുറത്തു ചവിട്ടി കരയിൽ കയറി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാത്ത ആട് അത്ഭുതത്തോടെ കുറുക്കനെ നോക്കി. എന്നാൽ കുറുക്കൻ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്നതാണ് ആട് കണ്ടത്. അധികം വൈകുന്നതിന് മുൻപ് തന്നെ കുറുക്കന്റെ സന്തോഷത്തിന്റെ കാരണം ആടിന് മനസ്സിലായി. ആട് മനസ്സിൽ കരുതി, ഞാനെന്തൊരു മണ്ടനാണ്. കുറുക്കൻ പറഞ്ഞതും വിശ്വസിച്ച് മറ്റൊന്നും നോക്കാതെ ഈ കിണറ്റിലിറങ്ങി. ഇനി ഞാൻ എങ്ങനെയാണ് കരയിൽ കയറുന്നത്? ആട് വിഷമത്തോടെ കുറുക്കനോട് ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പറ്റിച്ചത്? കിണറ്റിൽ നിന്നും തിരിച്ചു കയറാൻ പടവുകളൊന്നുമില്ലെന്ന് എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെച്ചത്? ഇതു കേട്ടതും കൂസലില്ലാതെ കുറുക്കൻ ആടിനോട് ചോദിച്ചു, ഞാൻ എന്തിനാണ് പറയുന്നത്? നിനക്ക് കിണറ്റിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തിരിച്ചു കയറാൻ പറ്റുമോ എന്ന് നോക്കാമായിരുന്നില്ലേ? ഉടൻ തന്നെ ആട് പറഞ്ഞു, ഞാൻ നിന്നെ നല്ലൊരു സുഹൃത്തിനെ പോലെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ നീ പറഞ്ഞത് വിശ്വസിച്ചു. ദയവായി എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കൂ. ഇതു കേട്ടതും കുറുക്കൻ ആടിനോട് പറഞ്ഞു, നീ ഒരു പരിചയവും ഇല്ലാത്ത എന്നെ എന്തിനാണ് വിശ്വസിച്ചത്? എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. എനിക്ക് നിന്നെ രക്ഷിക്കാനൊന്നും സമയമില്ല. നിനക്ക് കഴിയുമെങ്കിൽ സ്വയം രക്ഷപ്പെടൂ. ഇതും പറഞ്ഞ് കുറുക്കൻ അവിടെ നിന്നും ഓടിപ്പോയി. പാവം ആടാകട്ടെ എന്തു ചെയ്യണമെന്നറിയാതെ ആ കിണറ്റിൽ തന്നെ നിന്നു. കുറുക്കനും ആടും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ വിശ്വസിക്കുന്നതിന് മുമ്പ് നന്നായി ചിന്തിക്കുക. ഒട്ടകവും വ്യാപാരിയും. പണ്ട് പണ്ട് ഒരിടത്ത് ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. ആ വ്യാപാരിക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. അയാൾ ഈ ഒട്ടകത്തിന്റെ പുറത്തായിരുന്നു തന്റെ വ്യാപാര ആവശ്യത്തിനായുള്ള യാത്രകളെല്ലാം നടത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹം തന്റെ ഒട്ടകവുമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. പകൽ മുഴുവൻ യാത്ര ചെയ്തു ക്ഷീണിച്ച ആ വ്യാപാരി രാത്രിയായപ്പോൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു. എന്നാൽ മരുഭൂമിയിൽ അന്ന് രാത്രിയിൽ പതിവിലും തണുപ്പുണ്ടായിരുന്നു. മരുഭൂമിയിൽ ഒരു സത്രം അന്വേഷിക്കുന്നതിന്റെ ബുദ്ധിമുട്ടറിയാവുന്ന അയാൾ കയ്യിൽ കരുതിയ ഒരു ചെറിയ കൂടാരം എടുത്ത് അവിടെ തന്നെ കെട്ടി. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന വലിപ്പമേ ആ കൂടാരത്തിനുണ്ടായിരുന്നുള്ളൂ. വ്യാപാരി തന്റെ ഒട്ടകത്തിനെ കൂടാരത്തിന് പുറത്തു കെട്ടിയിട്ടതിനു ശേഷം കൂടാരത്തിനുള്ളിൽ ഉറങ്ങാനായി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ആരോ വിളിക്കുന്നത് കേട്ട് ആ വ്യാപാരി ഉണർന്നു. അയാൾ പുറത്തിറങ്ങി ചുറ്റും നോക്കി. എന്നാൽ അവിടെയെങ്ങും അയാൾ ആരെയും കണ്ടില്ല. അപ്പോൾ ഒട്ടകം വ്യാപാരിയോട് പറഞ്ഞു, യജമാന, ഞാനാണ് അങ്ങയെ വിളിച്ചത്. ഇത് കേട്ട വ്യാപാരി ഒട്ടകത്തിനോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. യജമാന, പുറത്തു നല്ല തണുപ്പാണ്. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ എന്റെ തല ഈ കൂടാരത്തിനകത്തൊന്ന് വച്ചോട്ടെ. നല്ലവനായ ആ വ്യാപാരി ഒട്ടകത്തിനെ കൂടാരത്തിനകത്ത് തല വയ്ക്കാൻ അനുവദിച്ചു. എന്നിട്ട് അയാൾ പിന്നെയും ഉറങ്ങാനായി കിടന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം കേട്ട് അയാൾ ഉണർന്നു. അപ്പോൾ ആ ഒട്ടകം വീണ്ടും ചോദിച്ചു, യജമാന, പുറത്തെ തണുപ്പ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്റെ കാലുകൾ കൂടി ഈ കൂടാരത്തിനകത്ത് ഒന്ന് വച്ചോട്ടെ. ആ പാവം വ്യാപാരി അതും സമ്മതിച്ചു. അങ്ങനെ ആ ഒട്ടകം തന്റെ തലയും
കാലുകളും ആ കൂടാരത്തിനകത്ത് വച്ചു. വ്യാപാരി ഉറങ്ങാനായും കിടന്നു. സമയം കടന്നുപോയി. ഒട്ടകത്തിന് തണുപ്പ് കാരണം അപ്പോഴും ഉറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് അസഹനീയമായപ്പോൾ ഒട്ടകം കരുതി, ഒരു കാര്യം ചെയ്യാം, ശരീരം കൂടി കൂടാരത്തിന്റെ അകത്തു കയറ്റാം. നല്ലവനായ യജമാനൻ തീർച്ചയായും സമ്മതിക്കും. അദ്ദേഹത്തിനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒട്ടകം തന്റെ ശരീരവും കൂടി കൂടാരത്തിനുള്ളിലേക്ക് കയറ്റി. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന ആ കൂടാരത്തിൽ ഒട്ടകവും കൂടി ആയപ്പോൾ വ്യാപാരിക്ക് കിടക്കാൻ ഇടമില്ലാതെയായി. അപ്പോൾ ഒട്ടകം വ്യാപാരിയോട് പറഞ്ഞു, യജമാന, ഈ കൂടാരത്തിനകത്ത് നമുക്ക് 2 പേർക്കും കൂടി കിടക്കാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങ് ദയവായി കൂടാരത്തിന് പുറത്തു കിടന്നുറങ്ങൂ. ഇത് കേട്ട വ്യാപാരിക്ക് തന്റെ ക്ഷമ മുഴുവൻ നശിച്ചു. അയാൾ ആ ഒട്ടകത്തിനെ ചവിട്ടി കൂടാരത്തിന് പുറത്താക്കി. എന്നിട്ട് കൂടാരം നന്നായി മൂടി സുഖമായി കിടന്നുറങ്ങി. ഒട്ടകവും വ്യാപാരിയും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മൾ ദയയുള്ളവരായിരിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ദയ കാട്ടുന്നതിൽ അതിർവരമ്പ് നിശ്ചയിക്കുക എന്നതും. ഇല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ദയ മറ്റുള്ളവർ ദുരുപയോഗം ചെയ്തേക്കാം. കുറുക്കനും മുന്തിരിയും. പണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. ദിവസവും രാവിലെ അവൻ ആഹാരം തേടി തന്റെ മാളത്തിൽ നിന്നും ഇറങ്ങും. ആ കാട് മുഴുവൻ ചുറ്റിത്തിരിഞ്ഞ് ആഹാരമൊക്കെ കഴിച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് മാളത്തിലേക്ക് മടങ്ങുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ കുറുക്കൻ തന്റെ മാളത്തിൽ നിന്നും ആഹാരവും തേടി പുറത്തിറങ്ങി. അന്ന് നല്ല ചൂടുള്ള ദിവസമായിരുന്നു. കുറുക്കൻ ഒരുപാട് അലഞ്ഞിട്ടും അവന് ആഹാരമൊന്നും കിട്ടിയില്ല. അവൻ വിശപ്പും ദാഹവും കാരണം അവശനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറുക്കൻ ഒരു മരത്തിൽ നിറയെ മുന്തിരിവള്ളികൾ പടർന്നു കിടക്കുന്നത് കണ്ടത്. ആ മുന്തിരിവള്ളികൾ നിറയെ നല്ല പഴുത്ത മുന്തിരികൾ കുലകുലയായി കിടക്കുന്നു. ഇത് കണ്ട കുറുക്കന് കൊതി സഹിക്കാനായില്ല. രാവിലെ മുതൽ ചുറ്റിത്തിരിയുന്നു, ഇതുവരെ കഴിക്കാനൊന്നും കിട്ടിയില്ല. ഈ മുന്തിരികൾ അടർത്തിയെടുത്ത് കഴിച്ചാൽ വിശപ്പും മാറും, ദാഹവും മാറും എന്നും പറഞ്ഞ് കുറുക്കൻ മുന്തിരിവള്ളിയുടെ അരികിലേക്ക് പോയി. അവൻ മുന്തിരികൾ അടർത്തിയെടുക്കുന്നതിനായി എത്തി നോക്കി. എന്നാൽ അവൻ അത് അടർത്തിയെടുക്കാൻ പറ്റുന്നതിലും ഉയരത്തിലായിരുന്നു. വിശപ്പും കൊതിയും കാരണം കുറുക്കൻ പിന്മാറാൻ തയ്യാറായില്ല. അവൻ മുന്തിരി അടർത്തിയെടുക്കുന്നതിനായി ഒന്ന് ചാടി നോക്കി. അപ്പോഴും അവന് ആ മുന്തിരികൾ കൈക്കലാക്കാൻ കഴിഞ്ഞില്ല. കുറുക്കൻ പറഞ്ഞു, എങ്ങനെയും ഈ മുന്തിരികൾ അടർത്തിയെടുക്കണം. നല്ല മുന്തിരികൾ ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അവൻ ഓടിക്കൊണ്ടുവന്ന് ഒന്നും കൂടി ചാടി നോക്കി. അപ്പോഴും അവൻ അത് കിട്ടിയില്ല. അവൻ പല തവണ അത് ആവർത്തിച്ചു. എന്നിട്ടും ആ മുന്തിരികൾ അവന് അടർത്തിയെടുക്കാൻ കഴിഞ്ഞില്ല. അവന്റെ ശ്രമങ്ങളെല്ലാം വിഫലമായി. വിശപ്പും ദാഹവും കാരണം വലഞ്ഞ കുറുക്കൻ തീർത്തും നിരാശനായി. അവൻ ആ മുന്തിരിവള്ളിയുടെ ചുവട്ടിലിരുന്ന് ആലോചിച്ചു. മുന്തിരികൾ അടർത്തിയെടുക്കാൻ ഒരു വഴിയും ഇല്ലാതായപ്പോൾ കുറുക്കൻ പറഞ്ഞു, ഞാൻ എന്തൊരു വിഡ്ഢിയാണ്. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, മുന്തിരി പുളിപ്പാണ്. ഈ പുളിപ്പുള്ള മുന്തിരിക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ഇതും പറഞ്ഞ് ആ കുറുക്കൻ തിരിഞ്ഞു പോലും നോക്കാതെ അവിടെ നിന്നും ഓടിപ്പോയി. കുറുക്കനും മുന്തിരിയും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾ നല്ലതല്ല എന്ന് ചിന്തിക്കരുത്. ഉറുമ്പും പുൽച്ചാടിയും. ഒരിടത്തൊരിടത്ത് ഒരു മനോഹരമായ പൂന്തോട്ടം ഉണ്ടായിരുന്നു. ഈ പൂന്തോട്ടത്തിൽ 2 സുഹൃത്തുക്കൾ ജീവിച്ചിരുന്നു. അവർ ആരെല്ലാമെന്നോ? ഒരു ഉറുമ്പും ഒരു പുൽച്ചാടിയും. അവർ ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് ആ പൂന്തോട്ടത്തിൽ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ വേനൽക്കാലം വന്നെത്തി. ഉറുമ്പ് കഠിനാധ്വാനിയായിരുന്നു. അതുകൊണ്ട് തന്നെ വേനൽക്കാലമായപ്പോഴേക്കും ഉറുമ്പ് തന്റെ വീട് ശരിയാക്കാനും ധാന്യമണികൾ ശേഖരിക്കാനും തുടങ്ങി. എന്നാൽ പുൽച്ചാടി അലസനും മടിയനുമായിരുന്നു. അവൻ അപ്പോഴും തന്റെ വീട് ശരിയാക്കുകയോ ആഹാരം ശേഖരിക്കുകയോ
ചെയ്തില്ല. മറിച്ച് ദിവസേനയുള്ള ആഹാരം മാത്രം കണ്ടെത്തുകയും ബാക്കി സമയം മുഴുവൻ പാട്ടുപാടി നടന്നും ഉറങ്ങിയും തീർത്തു. ഇത് കണ്ട ഉറുമ്പ് തന്റെ സുഹൃത്തിനോട് പറഞ്ഞു, സുഹൃത്തെ, നീ ഇങ്ങനെ പാട്ടും പാടി നടന്നാൽ വർഷകാലം വരുമ്പോൾ എന്തു ചെയ്യും? വർഷകാലത്തേക്ക് വേണ്ടിയും എന്തെങ്കിലും കരുതി വെക്കൂ. എന്നാൽ പുൽച്ചാടി തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ട ഭാവം പോലും നടിച്ചില്ല. അവൻ പഴയതുപോലെ കളിച്ചുല്ലസിച്ചു നടന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വേനൽക്കാലം കഴിഞ്ഞ് മഴക്കാലവും വന്നെത്തി. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത സാഹചര്യമായി. ഉറുമ്പ് ഈ സമയം താൻ ശേഖരിച്ചു വെച്ച ധാന്യമണികളും കഴിച്ച് തന്റെ വീട്ടിൽ സുഖമായി ഇരുന്നു. എന്നാൽ വേനൽ സമയത്ത് വേണ്ടവിധം വീടിനെ പരിപാലിക്കാത്തതിനാൽ കാറ്റിലും മഴയിലും പെട്ട് പുൽച്ചാടിയുടെ വീട് ഒലിച്ചുപോയി. മാത്രമല്ല, കനത്ത മഴയിൽ പുറത്തിറങ്ങി ആഹാരം തേടാനും കഴിയുമായിരുന്നില്ല. അതോടെ അവൻ മഴ നനഞ്ഞും വിശന്നും അവശനായി. ഈ സമയത്ത് പുൽച്ചാടി ഉറുമ്പ് പറഞ്ഞത് ചിന്തിച്ചു. അന്ന് തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ തനിക്ക് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല, അവൻ സ്വയം പറഞ്ഞു. ഒടുവിൽ പുൽച്ചാടി മറ്റൊരു വഴിയുമില്ലാതെ തന്റെ സുഹൃത്തിനോട് തന്നെ അഭയം ചോദിക്കാൻ തീരുമാനിച്ചു. അവൻ ഉറുമ്പിന്റെ വീട്ടിലേക്ക് പോയി. ഉറുമ്പിനെ കണ്ടതും പുൽച്ചാടി ചോദിച്ചു, സുഹൃത്തെ, എനിക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. മഴ നനയാതെ ഒന്നിരിക്കാൻ വീടുമില്ല. എന്നെ സഹായിക്കാമോ? പുൽച്ചാടിയുടെ അവസ്ഥ കണ്ട് വിഷമം തോന്നിയ ഉറുമ്പ് അവനെ മഴക്കാലം തീരുന്നതുവരെ തന്റെ വീട്ടിൽ താമസിക്കാൻ അനുവദിച്ചു. കൂടാതെ ഉറുമ്പ് ശേഖരിച്ചു വച്ചിരുന്ന ധാന്യമണികളിൽ നിന്നും പുൽച്ചാടിക്ക് കഴിക്കാൻ ആവശ്യമായത് നൽകുകയും ചെയ്തു. മഴ നനഞ്ഞും വിശന്നും മരിക്കുമായിരുന്ന തന്നെ സഹായിച്ച ഉറുമ്പിനോട് പുൽച്ചാടി ഇപ്രകാരം പറഞ്ഞു, സുഹൃത്തെ, എന്നെ സഹായിച്ചതിന് ഒരുപാട് നന്ദി. ഞാൻ ഇനി ഒരിക്കലും പഴയതുപോലെ മടിയനായി ഇരിക്കുകയില്ല എന്ന് നിനക്ക് വാക്ക് തരുന്നു. മഴക്കാലം കഴിഞ്ഞതും പുൽച്ചാടി ഉറുമ്പിനോടൊപ്പം ആഹാരം ശേഖരിക്കാനും വീട് പണിയാനും തുടങ്ങി. ബാക്കി സമയം മാത്രം അവൻ മറ്റു കാര്യങ്ങൾക്കായി വിനിയോഗിച്ചു. ഉറുമ്പും പുൽച്ചാടിയും എന്ന ഈ കഥയിൽ നിന്നും കൂട്ടുകാർക്ക് എന്താ മനസ്സിലായത്? നമ്മൾ സമയം പാഴാക്കുകയും മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്യുന്നതിന് പകരം കഠിനാധ്വാനം ചെയ്യുകയും ഭാവിയിലേക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വയ്ക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനമാണ്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ കഥകൾ വായിക്കുന്നതിനായി storyMalayalam.com സന്ദർശിക്കൂ.